അപ്പോൾ നമുക്ക് എക്സസൈസിൻ്റെ പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്, are the points m minus 3 minus 4, a 0 0 and g 6 8 on the same straight line? Suggest a method to check this without plotting and joining the points. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മളിത് പ്ലോട്ട് ചെയ്യും, ആദ്യം 3 പോയിൻറ്സും, എന്നിട്ട് നമുക്ക് നോക്കും ഏതെങ്കിലും മെത്തേഡ് നമുക്ക് അറിയണതുണ്ടോ, എന്നിട്ട് നമ്മൾ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യും. സോ ലെറ്റ്സ് സി. So this is the question and we are going to plot this, and we got these points m minus 3 minus 4, m എന്ന് പറയുന്നത് minus 3 x coordinate minus 4 y coordinate ആണ്. So we got this point, and a is 0 0, that is at the origin, so we got this point. Now next point is g68 അല്ലേ, ഈ പോയിന്റ് g68 വരും. അപ്പോൾ ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ ബോധയാന പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് ആദ്യം നമുക്ക് ഈ സൈഡ്സ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എം എ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാമല്ലോ, ഇതുവരെയുള്ളത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. എം എ എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. സോ അത് നമുക്ക് നോക്കാം. ഇവിടെ to find MA, root of, ഇവിടെ നമ്മൾ ഒരു എം ഡാഷ് എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും എം ഡാഷ് സ്ക്വയർ പ്ലസ് എ എം ഡാഷ് സ്ക്വയർ, ആൻഡ് ദാറ്റ് യു ക്യാൻ റൈറ്റ് റൂട്ട് ഓഫ് എം ഡാഷ് സ്ക്വയർ എത്രയാണ്? ഇവിടുന്ന് ഇവിടെ ഉള്ള ഡിസ്റ്റൻസ് 3 യൂണിറ്റ് ആണ്. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് എ എം ഡാഷ് സ്ക്വയർ 4 യൂണിറ്റ് ആണ്. അപ്പോൾ 4 സ്ക്വയർ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 പ്ലസ് 16, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 25, ആൻഡ് വി ഗോട്ട് 5 ആസ് ആൻസർ. സോ ഇവിടുത്തെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടി 5. ഇനി നമുക്ക് മെഷർ ചെയ്യാനുള്ളത് എ ജി എന്നുള്ള മെഷർമെൻ്റാണ്. അപ്പോൾ ഇവിടെ വരെയുള്ള നമുക്ക് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നോക്കാം. ഈ ഒരു പോയിന്റിനെ നമ്മൾ എ ഡാഷ് എന്ന് എഴുതാം. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് എ ജി. സോ വാട്ട് വുഡ് ബി എ ജി? ടു ഫൈൻഡ് എ ജി, ദാറ്റ് ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് എ ഡാഷ് സ്ക്വയർ പ്ലസ് എ ഡാഷ് ജി സ്ക്വയർ, ആൻഡ് ദാറ്റ് യു ക്യാൻ റൈറ്റ് എ ഡാഷ് എത്രയാണ്? 6 യൂണിറ്റ് ആണ്. അപ്പോൾ 6 സ്ക്വയർ പ്ലസ് എ ഡാഷ് ജി 8 യൂണിറ്റ് ആണ്, 8 സ്ക്വയർ. That is equal to root of 36 plus 64, and you can write that is equal to root 100. We got 10. So here we got 10. This is 10 unit. ഇനി നമുക്ക് ഇതിൻ്റെ എം ജി എത്രയാണെന്ന് നോക്കണം. എം ജി ടോട്ടൽ ലെങ്ത് എം മുതൽ ജി എത്രയാണ് പോയിൻറ്റ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. സോ ടു ഫൈൻഡ് എം ജി, അപ്പോൾ ഇതുവരെയുള്ള വലിയ ട്രയാങ്കിൾ വരച്ചിട്ടാണ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഇവിടുത്തെ പോയിൻറ്റ്സ് നമ്മൾ ജി ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. ജി ഡാഷ് എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എം ജി എങ്ങനെ കിട്ടുക? ദാറ്റ് ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് എം ജി എന്ന് പറയുന്നത് എം ജി ഡാഷ് സ്ക്വയർ പ്ലസ് ജി ജി ഡാഷ് സ്ക്വയർ, ആൻഡ് ദാറ്റ് യു ക്യാൻ റൈറ്റ് റൂട്ട് ഓഫ് എം ജി എത്രയാണ്? ഇതുവരെയുള്ള പോയിൻറ്റ് 6 ഉണ്ട്. 6 പ്ലസ് ഇതുവരെയുള്ള പോയിൻറ്റ് 3 9, അപ്പോൾ 9 സ്ക്വയർ പ്ലസ് ജി ജി ഡാഷ് സ്ക്വയർ എത്രയാണ്? ടോട്ടൽ ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ വരെയുള്ള നമുക്ക് 8 ആണ് ഓൾറെഡി അറിയാം. 0 മേലേക്ക്, 0 താഴേക്ക് എത്ര പോയിൻറ്റ് 4 ആണെന്നും അറിയാം. ദാറ്റ് ഈസ് 12 സ്ക്വയർ. 8 പ്ലസ് 4 12 സ്ക്വയർ, ആൻഡ് ദാറ്റ് ഈസ് ഇക്വൽ ടു 9 സ്ക്വയർ എന്ന് പറയുന്നത് 81, 12 സ്ക്വയർ എന്ന് പറയുന്നത് 144, 225. What is root of 225? 15. And we got the total, this equal to 15. അപ്പം നമുക്ക് കിട്ടിയത് തന്നെയല്ലേ എന്ന് നോക്കൂ.
ആദ്യം നമുക്ക് കിട്ടിയത് എം ജി ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എം എ പ്ലസ് എ ജി എന്നുള്ള ആൻസർ കിട്ടണം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് 15 ഈസ് ഈക്വൽ ടു എം എ നമുക്ക് കിട്ടിയത് 5 ആണ്, എ ജി നമുക്ക് കിട്ടിയത് 10 ആണ്. സോ യു ഗോട്ട് ദ ആൻസർ. സോ നമുക്ക് സിൻസ് mg is equal to ma plus ag, we can write all 3 points are on the same line. So we got the answer by applying distance formula. Now our seventh question. Use your method from problem 6 to check if the points are -5, -1, b -2, -5 and c 4, -12 are on the same straight line. Now plot both sets of points and check your answers. So here we have 3 points here. നമുക്ക് ഇവിടെ 6th ക്വസ്റ്റ്യനിൽ നമ്മളൊരു മെത്തേഡ് കണ്ടിട്ടുണ്ട്. സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു 3 പോയിൻറ്റ്സും സെയിം ലൈൻസിലാണോ എന്ന് വിത്തൗട്ട് പ്ലോട്ടിങ് നമ്മൾ ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ആൻസേഴ്സ് കറക്റ്റ് ആണോ, നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ ദീസ് ആർ ദ 3 പോയിൻറ്റ്സ് ആർ, ബി ആൻഡ് സി. സോ ലെറ്റ്സ് ചെക്ക് ദാറ്റ്. We know that R is -5, -1, B is -2, -5, C is 4, -12. നമുക്ക് ഇതിനെ x1 y1 എന്നും x2 y2 എന്നും x3 y3 എന്നും നെയിം ചെയ്യാം. സോ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ആർ ബി എത്രയാണ്, ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ y2 - y1 whole square plus x2 - x1 whole square. And what would be the y2 - y1? y2 is equal to -5 minus y1 is -1, -1 square പ്ലസ് x2 എന്ന് പറയുന്നത് ഇവിടെ -2 ആണ്, x1 എന്ന് പറയുന്നത് -5 ആണ്, -1 ഹോൾ സ്ക്വയർ. ആൻഡ് വാട്ട് ഈസ് -1? -5 plus 1, that is equal to -4 square plus 2 plus -2 plus 5, that is 5 - 2, 3 square. And you got 16 plus 9, that is equal to √25, and you got 5 as answer. Now we are going to check BC. The same method we are using. So BC check ചെയ്യുമ്പോൾ നമ്മൾ y3 minus y2 നോക്കണം, സ്ക്വയർ പ്ലസ് x3 minus x2 സ്ക്വയർ നോക്കണം. And that is equal to root of y3 എന്ന് പറയുന്നത് -12 മൈനസ് y2 എന്ന് പറയുന്നത് -5 ഹോൾ സ്ക്വയർ പ്ലസ് x3 എന്ന് പറയുന്നത് 4 മൈനസ് x2 എന്ന് പറയുന്നത് -2 സ്ക്വയർ. ആൻഡ് വി ക്യാൻ റൈറ്റ് -12 എന്ന് പറയുന്നത് 7 സ്ക്വയർ, -12 -5 അതായത് -7 സ്ക്വയർ പ്ലസ് 6 square, and we can write 49 plus 36, 85, √85. √85നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. 5, 1, 35 is 7, 17 is a prime number, so you can write 5 times 17, √5 times 17. Now we are going to check RC. So RC is y3 minus y1 square plus x3 minus x1 square.
And that you can write what is y3 here. Y3 is minus 12. Minus 12 minus y1 is minus 1 square plus x3 is 4. 4 minus x1 minus 5 square, and that is equal to minus 11 square plus 9 square. That is equal to 121 plus 81. We can write 202. So what would be the factors of 202? You can write 101, and you can write 2 times 101, root of 2 times 101. അപ്പോൾ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നോക്കൂ. ആർ ബി എത്രയാണ് കിട്ടിയത്? 5 ആണ് കിട്ടിയത്. ആർ ബി ഈക്വൽ ടു 5. ബി സി ഈസ് ഈക്വൽ ടു root 5 times 17. RC is equal to 2 times 101. RB plus BC are not equal to RC, totally different. So we cannot say that all points are on same line. നമുക്കിത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ പോയിൻറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ ആർ -5 - 1 ആവുമ്പോൾ ആറ് -5 x coordinateും -1 y coordinate ആകുമ്പോൾ this would be the point. Now next B is -2 -5 ആണ്. അപ്പോൾ -2 x coordinate ആവും, -5 y coordinate ആവും. So this would be the point. Now C is 4 -12 ആണ്. അപ്പോൾ മൈനസിലല്ല, 4 ആണ് x coordinate. സോ x coordinate this ഈ ലൈനിലായിരിക്കും, ആൻഡ് y coordinate -12, ആൻഡ് ദിസ് വുഡ് ബി ദ പോയിന്റ്. ഇനി നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോ ചെയ്യണം. ലൈൻ ഡ്രോ ചെയ്തിട്ട് ഗ്രാഫ് വരച്ചിട്ട് നോക്കാം. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പോയിന്റ് സ്ട്രൈറ്റിലല്ല, ഇവിടുന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വേറെ ലൈനിലായിട്ടാണ് നിങ്ങൾക്ക് പ്ലോട്ടായി വരിക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈനായിരിക്കും കിട്ടുക. സോ യു ക്യാൻ ചെക്ക് ബൈ യൂസിങ് യുവർ ഗ്രാഫ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ദ ഒറിജിൻ ആസ് വൺ വേർട്ടെക്സ് പ്ലോട്ട് ദ വേർട്ടിസസ് ഓഫ് ഒന്ന് എ റൈറ്റ് ആംഗിൾഡ് ഐസോലെസ് ട്രയാങ്കിൾ, an isosceles triangle with one vertex in quadrant 3 and the other in quadrant 4. So നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കാം. So what do you mean by isosceles right angled isosceles triangle? Right angled isosceles triangle എന്ന് പറയുന്നത് triangle with a 90-degree angle and two equal sides ആണ്. അപ്പോൾ ഒരു വെർട്ടെക്സ് ഇവിടെ ഒറിജിനിൽ വേണം, റൈറ്റ് ആംഗിൾ ഐസോലെസ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വെർട്ടെക്സ് ഒറിജിൻ ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡും സെയിം ആയിട്ടിരിക്കണം. അപ്പോൾ 3 പോയിൻറ്റ്സ് ഞാൻ ഇവിടെ നിന്ന് കൊടുത്തു, 3 പോയിൻറ്റ്സ് എക്സ് ആക്സിസിൽ കൊടുത്തുകൊണ്ട് 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തു. എ ബി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ബീൻ്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് 30, എൻ്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് 03 എന്നുള്ളത് കിട്ടി. പിന്നെ അത് കമ്പൈൻ ചെയ്തു. അപ്പോൾ യു ഗോട്ട് ദിസ് ഒ ബി എ എന്നുള്ള റൈറ്റ് ആംഗിൾഡ് ഐസോലെസ് ട്രയാങ്കിൾ കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എൻ ഐസോലെസ് ട്രയാങ്കിൾ വിത്ത് വൺ വേർട്ടെക്സ് ഇൻ ക്വാഡ്രന്റ് 3, ഒരു വേർട്ടെക്സ് ക്വാഡ്രന്റ് 3ലും ഒരു വേർട്ടെക്സ് ക്വാഡ്രന്റ് 4ലും ആയിരിക്കണം. പിന്നെ ഇതുപോലെ തന്നെ ഒറിജിനലായിരിക്കണം അതിൻ്റെ വേർട്ടെക്സ്. അപ്പോൾ ഒറിജിനൽ വേർട്ടെക്സ് ആക്കിക്കൊണ്ട് എനിക്ക് വരയ്ക്കേണ്ടത് ഐസോലെസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിന് ഈക്വൽ ലെങ്ത്തിൽ ഞാൻ ഒരു പി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെ അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വാഡ്രന്റിൽ ക്യൂ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തു. സോ ഐ ഗോട്ട് പീൻ്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഞാൻ നോക്കി, ക്യൂവിൻ്റെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഞാൻ നോക്കി. സോ യു ഗോട്ട് ദിസ് പി ഒ ക്യൂ എന്നുള്ള ട്രയാങ്കിൾ, ഐസോലെസ് ട്രയാങ്കിൾ കിട്ടി. വേർട്ടെക്സസ് ഒറിജിനും തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും ആയിക്കൊണ്ട്. അപ്പോൾ ഈ ഐസോലെസ് ട്രയാങ്കിൾ എന്താണ്? ഐസോലെസ് ട്രയാങ്കിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ട്രയാങ്കിൾ ദാറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 2 sides ഓഫ് ഈക്വൽ ലെങ്ത്. 2 sides ഈക്വൽ ലെങ്ത് ആയിരിക്കണം, ആംഗിളും ഈക്വൽ ലെങ്ത് ആയിരിക്കണം ഇതിൻ്റെ. അപ്പോൾ ആംഗിൾ ഏകദേശം ഈ ഒരു ലൈനിൽ വരച്ചു കഴിഞ്ഞാൽ ആംഗിൾ വിൽ ബി ഈക്വൽ. മെഷർമെൻറ്റും
സ്കെയിലിൽ കറക്റ്റായിട്ട് സെയിം ലെങ്ത്തിൽ എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് POQ.